പ്രേക്ഷകർക്കും ഓട്ടോടെക് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റിവ്യൂ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഹ്യുണ്ടായുടെ അപ്കമിങ് മോഡലായ വെന്യൂവിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹ്യുണ്ടായി ഇപ്പോൾ കറന്റ് ക്രെറ്റയാണ് അവരുടെ എൻട്രി ലെവൽ മോഡലായിട്ടുള്ളത്. നമ്മുടെ അപ്കമിങ് വെന്യൂ ഒരു കോമ്പാക്ട് SUV ആണ്. നമ്മുടെ ബ്രസയുടെ കോമ്പറ്റീഷനൊക്കെ ആയിരിക്കും വരുന്നത്. ഈ വരുന്ന ഏപ്രിൽ 17 ഇന്ത്യയിൽ വെച്ചൊരു റിവ്യൂ നടക്കുന്നുണ്ട്. അതിനുശേഷം നോർത്ത് അമേരിക്കൻ ഇന്റർനാഷണൽ ഓട്ടോ ഷോയിലായിരിക്കും ആദ്യമായിട്ട് വെന്യൂ റിവീൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഗ്ലോബൽ മോഡലാണ്. ഇന്ത്യയിലും ബാക്കി എല്ലായിടത്തേക്കും ഇന്ത്യയിലായിരിക്കും ആദ്യം ലോഞ്ച് ചെയ്യുക, അതിനുശേഷമായിരിക്കും ഗ്ലോബലി ബാക്കിയുള്ള കൺട്രീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ വെന്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെന്യൂ ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ പ്ലാറ്റ്ഫോമിലാണ് വെന്യൂ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, പുതിയൊരു പ്ലാറ്റ്ഫോമിലല്ല. പക്ഷേ എഞ്ചിനീയേഴ്സ് അതിനകത്ത് കുറേ അവർ ഹ്യുണ്ടായി എഞ്ചിനീയേഴ്സ് അതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം പുതിയ സേഫ്റ്റി നോംസ് കാര്യങ്ങൾക്കൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയതായിട്ട് ഇന്ത്യയിൽ വന്നിട്ടില്ല സാന്റഫെ, അതുപോലെ വരാൻ പോകുന്ന സ്കോണ EV ഇതിൻ്റെയൊക്കെ ഒരു സിമിലർ ഡിസൈൻ തീമാണ് നമ്മുടെ വെന്യൂവിലും വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു സിഗ്നേച്ചർ ഹ്യുണ്ടായി ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാ വണ്ടികളിലും കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ഹെഡ്ലാമ്പ് സെറ്റപ്പ് അത് വെന്യൂവിലും കൊണ്ടുവന്നിട്ടുണ്ട് ഹ്യുണ്ടായി. അതുപോലെ മേളിലൊരു LED സ്ട്രിപ്പാണ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് സെറ്റപ്പാണ് വെന്യൂവിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോവർ പാർട്ട് ബമ്പർ ആണെങ്കിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് നൽകിയിട്ടുണ്ട്. സാധാരണ എല്ലാ മാനുഫാക്ചേഴ്സും നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു SUV എന്ന് പറഞ്ഞാൽ അതിനൊരു പ്ലാസ്റ്റിക് ക്ലാഡിങ് വേണം. കാരണം എന്നാലാണ് ഒരു SUV ആകുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ജാക്ടർ ഹാച്ച് ബാഗ്സ് ആയ i20 ക്രോസ് ഇതുപോലുള്ള വണ്ടികൾക്കൊക്കെ ആ ഒരു സിമിലർ തീമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഫോഗ് ലാംപ്സ് വന്നിരിക്കുന്നത് ഏറ്റവും ലോവർ പൊസിഷനിലാണ്, നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലാണ് ഫോഗ് ലാംപ്സ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ലൊരു ഒരു മസ്കുലർ ഒരു SUV ലുക്ക് നൽകുന്നുണ്ട് വെന്യൂവിന്. ശരിക്കും ഫുള്ളി മോഡൽസ് ഒന്ന് റിവീൽ ചെയ്ത് ഇന്നിപ്പോൾ അവരുടെ ഡിസൈൻ സ്കെച്ചസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ സ്കെച്ചിനാണെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ല മസ്കുലർ ഫീലാണ് വെന്യൂവിന് നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് വരുന്നതാണെങ്കിൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്രെറ്റ ഇൻസ്പിറേഷൻ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. എസ്പെഷ്യലി എ പില്ലറിൽ ബ്ലാക്ക് ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ റൂഫ് ഡിസൈൻ നോക്കി കഴിഞ്ഞാലും ഇവിടെ ഒരു ക്രെറ്റ ഇൻസ്പിറേഷൻ നമുക്ക് തോന്നും. അതേപോലത്തെ ഒരു ഡിസൈൻ തീമാണ് നൽകിയിട്ടുള്ളത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. അതുപോലെ അലോയ് വീൽസ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആയിരിക്കും ടോപ്പിൻ്റെ വേരിയൻറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു 18 ഇഞ്ച് ആണെന്ന് തോന്നുന്നു. കാരണം ഫുൾ സ്പെസിഫിക്കേഷൻസ് ഇതൊരു റിവീൽ ചെയ്തിട്ടില്ല. സോ either 17 or 18 ഇഞ്ച് ആയിരിക്കും ടോപ്പിൻ്റെ മോഡൽ വരിക. അലോയ് വീൽസ് ടോപ്പിൻ്റെ മോഡലിൽ മാത്രമായിരിക്കും അവർ നൽകാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് ഉണ്ടാകും. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് വെന്യൂവിൻ്റെ ഡിസൈനിൽ ലീക്ഡ് ഫോട്ടോസ് എല്ലാം നമ്മൾ കാര്യങ്ങൾ കണ്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിയർ ഡിസൈനാണ്. കാരണം റിയറിൽ നോക്കുമ്പോൾ ഒരു എസ്പെഷ്യലി ഗ്ലാസ് ഏരിയക്ക് ഒരു റാപ്പ് റൗണ്ട് ഡിസൈൻ തീമാണ് അവർ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് ഡിസൈൻ നോക്കുകയാണെങ്കിലും ഒരു എന്താ പറയുക ഒരു എവിടെയൊക്കെ ഒരു ഓഡി ഇൻസ്പിറേഷനൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ആ ടെയിൽ ലാമ്പ് ഡിസൈൻ LED ടെയിൽ ലാമ്പാണ് നൽകിയിട്ടുള്ളത്. അത് ലോവർ പാർട്ട് ഓഫ് ബമ്പറിൽ ഒരു ബോക്സ് സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് SUV ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ എക്സ്റ്റീരിയർ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്നവരെയും കാരണം അങ്ങനത്തെ ഒരു അതായത് ഹ്യുണ്ടായുടെ ആ ഒരു ന്യൂ ജനറേഷൻ ഡിസൈൻ ടീം അങ്ങനെ ഇതേവരെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. കാരണം സാന്റഫെ ഇന്ത്യയിൽ ഇതുവരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുള്ള അപ്കമിങ് കോണ EV ആണെങ്കിലും അത് വരുന്നേ ഉള്ളൂ. അത് വെന്യൂവിന് ശേഷമായിരിക്കും ആ മോഡൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് SUV ആയിരിക്കും. സോ ആ ഒരു ഡിസൈൻ ടീം ഇതുവരെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതൊരു ഭയങ്കര പുതുമയായിരിക്കും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രെറ്റ വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു SUV ലുക്കും കാര്യങ്ങളുമായിരുന്നു. അതേപോലെ തന്നെ ഒരു സിമിലർ ഒരു SUV ലുക്ക് ഇതിന് വരുന്നുണ്ട്. പിന്നെ വെറൈറ്റിയാണ് വണ്ടി കാണാനായിട്ടാണെങ്കിലും. ഇപ്പോൾ നമ്മൾ ലീക്ക് ഇമേജസ് ആണെങ്കിലും സ്പൈ ഇമേജസ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വളരെ വെറൈറ്റി ലുക്കാണ് നൽകുന്നത്. അതുപോലെ ഹ്യുണ്ടായി കുറേ പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് നോക്കുമ്പോൾ ഒക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്കാണ് നൽകുന്നത്. അതുപോലെ ഞാൻ പറയാൻ വിട്ട ഒരു പോയിന്റ് ഉണ്ട്, ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹുഡിലാണ്, അതായത് ബോണറ്റിലാണ് വരുന്നത്. രണ്ട് സൈഡിലാണ് നമ്മൾ ജീവാഗണിലൊക്കെ കണ്ടിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ തീമാണ് വന്നിട്ടുള്ളത്. അത് എനിക്ക് ഡിസൈൻ തീമിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടൊരു എലമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവരുടെ ടീസർ വീഡിയോസിൽ എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വളരെ വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ എക്സ്റ്റീരിയർ നമുക്ക് ഡ്യൂൾ ടോൺ കളേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ ക്രെറ്റയിൽ വന്നിട്ടുള്ള ഡിസൈൻ ഒരു സെയിം കളേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ ഒരു എന്താ പറയുക ഒരു പുതുമയാണ് ആ സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇത്ര നാൾ നമ്മൾ ആ കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് നമ്മൾ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ XUV ആണെങ്കിലും XUV ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബിഗ് കാർ ഫീൽ നൽകുന്നുണ്ടെങ്കിൽ ഓവറോൾ ഡയമെൻഷൻസ് തോന്നി വളരെ ഒരു ചെറിയ കാറായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മുടെ വെന്യൂ വരാൻ പോകുന്നത്. വളരെ നല്ലൊരു ഡിസൈൻ ആയിരിക്കും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലീക്ഡ് ഇമേജസും നമ്മൾ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് നമുക്ക് അങ്ങനെ വളരെ എക്സ്പെക്ടേഷൻസ് ആണ് ഉള്ളത്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഏപ്രിൽ 17 നമുക്ക് അറിയാൻ പറ്റും.
പിന്നെ അതുപോലെ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിലും ഇന്ത്യയിലും പുതിയൊരു ഡിസൈൻ തീമാണ് അവർ നൽകിയിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഡാഷ്ബോർഡ് ഇന്നവരും സാധാരണ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹ്യുണ്ടായി കാഴ്ചയിൽ നിന്ന് ഡിഫറെൻ്റ് ഒരു ഡിസൈൻ തീമാണ് ഇന്ത്യയിൽ നൽകിയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ടോപ്പിൻ്റെ ഏരിയയിൽ ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിലൊരു 7 or 8 inch ടച്ച് സ്ക്രീൻ ആയി വരുന്നത്. ആ സൈസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല അവർ. സോ ആ ഡിസൈൻ തീമാണെങ്കിലും അതുപോലെ തന്നെ AC വെൻസിന് റൗണ്ട് സർക്കുലർ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. സാധാരണ ആ ഡിസൈൻ തീമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഹ്യുണ്ടായിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഡിസൈൻ തീമാണത്. അതുപോലെ സ്റ്റിയറിംഗ് വീലാണെങ്കിൽ പുതിയൊരു ഡിസൈൻ തീമാണ് സ്റ്റിയറിംഗ് വീലിൽ നൽകിയിട്ടുള്ളത്. ഒരു 3 spoke ഡിസൈനാണ്. സാധാരണ നമ്മൾ i20യിലും ഗ്രാൻഡ് ആയിട്ടുള്ള കണ്ട ഡിസൈൻ തീം അല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു തീമാണ്. അതുപോലെ തന്നെ അതിനകത്ത് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് എല്ലാ സംവിധാനവും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഹ്യുണ്ടായി പറയുന്ന ഒരു അവരെ ഇപ്പോൾ ഇന്ന് റിവീൽ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അവർ പറയുന്ന ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് കാർ കണക്ടിവിറ്റിയാണ് അവർ പറയുന്നത്. അവരുടെ ആപ്പ് വഴിയിട്ടുള്ളത് നമുക്കത് ഫോണിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി റിമോട്ട്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ക്ലൈമറ്റ് കൺട്രോൾ ഓൺ ആക്കാൻ പറ്റും, അതേപോലെ തന്നെ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ പറ്റും വണ്ടിയുടെ. അതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് അവർ പറയുന്ന ഓൾമോസ്റ്റ് 33 യൂണിക് ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, കാരണം ഇപ്പോൾ MG ഹെക്ടറിൽ വരുന്നുണ്ട്. MG ഹെക്ടറിൽ ഒരു കാർ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് വോഡാഫോണിൻ്റെ 4G സിം ഓൾറെഡി വണ്ടിയിൽ ലോഡഡ് ആയിട്ടായിരിക്കും വരുന്നത്. 4G എനേബിൾഡ് വോഡാഫോണിൻ്റെ സിം ഓൾറെഡി വണ്ടിയിൽ കാറിൽ വരുന്നുണ്ട്. കാരണം ഈ ഫീച്ചേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്ന ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. സോ അതുകൊണ്ട് കാറിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി വോഡാഫോണിൻ്റെ സിം വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ ഫീച്ചേഴ്സ് ഒരുപാട് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ കാർ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതുവരെ ആ സെഗ്മെൻറ്റിൽ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 inch ടച്ച് സ്ക്രീൻ 7 or 8 inch ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഉണ്ടാവും കണക്ടിവിറ്റി ഓപ്ഷനായിട്ട്. അതുപോലെ ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിരിക്കും. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ടാവും. അതിൻ്റെ ലോവർ പോർഷനിലായിട്ടായിരിക്കും ഒരു USB ചാർജിങ് സ്പോട്ട് ഉണ്ടാവും ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു USB കണക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ഈ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു 12 volt സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വയർലെസ് ചാർജിങ് പാഡ് നൽകിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹ്യുണ്ടായി മോഡൽസിലും വയർലെസ് ചാർജിങ് പാഡ് അവർ നൽകുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് എക്സെൻറ്റിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ വെർണയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ക്രെറ്റയ്ക്ക് അവർ അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ ഒരു എന്താ പറയുക സിഗ്നേച്ചർ ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ പാകത്തിനുള്ള വെന്റിലേറ്റഡ് സീറ്റ്സാണ്. അത് ആദ്യമേ ലോവർ മോഡലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വെർണയിലായിരുന്നു. വളരെ നല്ലൊരു ഫീച്ചറാണ് വെന്റിലേറ്റർ. ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും വളരെ നല്ലൊരു ഫീച്ചറാണ് വെന്റിലേറ്റർ. എസ്പെഷ്യലി നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥ നോക്കും. കാരണം വളരെ ചൂടാണ്. സോ നമ്മൾ കയറിയത് നമുക്ക് ബാക്കിൽ നിന്നൊക്കെ നല്ല എയർ കിട്ടും. വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ നമുക്ക് പറയാൻ പറ്റും. അത്ര യൂസ്ഫുൾ ആണ് ആ ഫീച്ചർ. അതുപോലെ തന്നെ റിയർ AC വെൻസ് ഉണ്ടാവും. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ജനറൽ ഉണ്ടായ ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു ക്വാളിറ്റി ആയിരിക്കും. പിന്നെ അതുപോലെ വേറെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സൺറൂഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വിത്ത് സെൻസേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ 6 airbags, ABS വിത്ത് EBD ബ്രേക്കിംഗ് സിസ്റ്റം, ഇതെല്ലാം ഈ മോഡലിൽ വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് എക്സ്റ്റീരിയർ മിറേഴ്സ്. പിന്നെ സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്റർ ഡിസൈൻ പഴയ നമ്മൾ സാധാരണ ഹ്യുണ്ടായി കാഴ്ചയെല്ലാം കണ്ടിട്ടുള്ള സെയിം ഒരു ഡിസൈൻ തീം തന്നെയായിരിക്കും പുതിയ ഇതിനകത്ത് മെനുവിലും വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല സ്പേസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും എന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. കാരണം ഗ്രാൻഡ് ആയിട്ടുള്ള ഓർഡർ എക്സ്പെക്ട് ചെയ്യാം നല്ല ഫീച്ചേഴ്സ് ഉണ്ടാകുമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ അതൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഉള്ളത്. ഹ്യുണ്ടായി വെന്യൂവിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആയിരിക്കും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. 1 liter ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ, 1.6 liter പെട്രോൾ എഞ്ചിൻ, 1.6 liter ഡീസൽ എഞ്ചിൻ. ഈ 1 liter ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ പ്രത്യേകത കാരണം ഹ്യുണ്ടായി ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ എഞ്ചിൻ 100 PS ഓഫ് പവറും 172 Nm ഓഫ് ടോർക്കും ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഈ എഞ്ചിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ 7 speed DCT ഗിയർ ബോക്സിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവും. നേരത്തെ AMT ഗിയർ ബോക്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഹ്യുണ്ടായി 7 speed DCT ഗിയർ ബോക്സ് ആയിരിക്കും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഗ്ലോബൽ മോഡലിലും 7 speed DCT അവൈലബിൾ ആയിരിക്കും. സോ ഈ എഞ്ചിൻ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ എഞ്ചിൻ അതുപോലെ വേറെ ബാക്കിയുള്ള മോഡൽസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 1.6 liter പെട്രോൾ എഞ്ചിൻ എന്നുള്ള കറന്റ് ക്രെറ്റയിലൊക്കെ ഓഫ് ചെയ്യുന്ന എഞ്ചിനാണ്. 100 PS ഓഫ് പവറാണ് ഈ എഞ്ചിനുള്ളത്. 132 Nm ആണ് ടോർക്ക് വരുന്നത്. അതുപോലെ ഡീസൽ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 PS ഓഫ് പവറാണ് വരുന്നത്. 220 Nm ഓഫ് ടോക്കുമാണ് ഈ എഞ്ചിന് വരുന്നത്. ഇത് രണ്ടും 6 speed മാനുവൽ ഗിയർ ബോക്സ് ആയിട്ട് മെയ്റ്റ് ചെയ്യുന്നത്. ഈ 7 speed DCT ഗിയർ ബോക്സ് നമ്മുടെ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിന് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവും. നമുക്ക് നല്ല എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി 1.6 liter എഞ്ചിൻസിന് ഉണ്ടാകുമോ, ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഉണ്ടാകുമോ എന്നുള്ള കൺഫർമേഷൻ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ ഈ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആയിരിക്കും കറൻ്റ്ലി അവൈലബിൾ ഉണ്ടാവുക. 4-wheel ഡ്രൈവ് സിസ്റ്റം ഓഫ് ചെയ്യുമെന്ന് നമുക്ക് തോന്നില്ല. കാരണം കറൻ്റ്ലി ആ സെഗ്മെൻറ്റിൽ ഇതുവരെ ഒരു മോഡൽസും
4 വീൽ ഡ്രൈവ് സിസ്റ്റം ഓഫർ ചെയ്യുന്നില്ല. സോ നമുക്ക് 2 വീൽ ഡ്രൈവ് ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം 4 വീൽ ഡ്രൈവ് ആകുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് കൂടുന്നുണ്ട്. 2 വീൽ ഡ്രൈവ് ആയിരിക്കും. ഹ്യുണ്ടായുടെ ചെന്നൈ പ്ലാന്റിലായിരിക്കും ഇത് മാനുഫാക്ചർ ചെയ്യുക. മെയ് 21 ആയിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. ഗ്ലോബലി ഇന്ത്യയിലായിരിക്കും ഫസ്റ്റ് ലോഞ്ച്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള മാർക്കറ്റ്സിൽ ലോഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നത്. സോ നമുക്ക് വളരെ എഗ്രസീവ് ആയിട്ടൊരു പ്രൈസിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 8 to 12 lakhs എന്ന പ്രൈസിങ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. വെന്യൂ കമ്പീറ്റ് ചെയ്യുന്നത് മാരുതി സുസുക്കി വിറ്റാറ ബ്രസ, ടാറ്റ നെക്സൺ, മഹേന്ദ്ര XUV300, അതുപോലെ തന്നെ നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ട്. ഈ സെഗ്മെൻറ്റിലേക്ക് ആയിരിക്കും വെന്യൂ കമ്പീറ്റ് ചെയ്യാൻ വരുന്നത്. സോ നമുക്കൊരു നല്ല പ്രൈസിങ് പ്രതീക്ഷിക്കാം. എന്തായാലും ഏപ്രിൽ 17 ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും വെന്യൂ റിവീൽ ചെയ്തതിന് ശേഷം. സോ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ അന്ന് വരുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. സോ എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തും വേണം. കാരണം ഏപ്രിൽ 17 ഉറപ്പായിട്ടും നമ്മുടെ വെന്യൂവിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.